പ്രീതിയെ സത്യഭാമയുടെ വീട്ടിലാക്കിയ ശേഷം തിരികെ ശാലിനി കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, കേട്ടിട്ട് സങ്കടപ്പെടരുത്. നിന്റെ വിഷ്ണുവേട്ടൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വെപ്രാളപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടന് എന്താ പറ്റിയേ, അമ്മ ഒന്ന് പറഞ്ഞേ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, കൈ എവിടെയോ ഇടിച്ചു മുറിഞ്ഞു. അയ്യോ എങ്ങനെ എന്നൊക്കെ വെപ്രാളപ്പെട്ട് ചോദിക്കുകയാണ് ശാലിനി. എന്ന് ചോദിക്കുകയാണ്, അമ്മ എങ്ങനെയാണ് അറിഞ്ഞത്? അന്നേരം ശാരദാമ്മ പറയുകയാണ്, കൈ മുറിച്ചുകൊണ്ട് ഇങ്ങോട്ടാണ് കയറി വന്നത്, നിന്നെ കാണണമെന്നും പറഞ്ഞ്. അന്നേരം അകത്തേക്കൊക്കെ നോക്കിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്നിട്ട് ആളെവിടെ? അന്നേരം ശ്യാമ പറയുകയാണ്, ഡോക്ടറെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ വിളിച്ചു, മരുന്നൊക്കെ വെച്ച് കെട്ടി ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ആളിപ്പോൾ നല്ല മയക്കത്തിലാണ്, നിന്റെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. അത് കേട്ട് വെപ്രാളത്തോടുകൂടി അകത്തേക്ക് ഓടുകയാണ് ശാലിനി. അതുകണ്ട് ശാരദാമ്മ പറയുകയാണ്, പാവം എന്തിഷ്ടമാണെന്നോ അവൾക്ക് വിഷ്ണുമോനെ, പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ വിധിയില്ല, എന്താ ചെയ്യുക എന്നും പറഞ്ഞ് വിഷമിച്ചവിടെ ഇരിക്കുകയാണ് ശാരദാമ്മ. സങ്കടത്തോടെ ഓടി വരുന്ന ശാലിനി ബാഗൊക്കെ കസേരയിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് നോക്കുകയാണ്. അന്നേരം വിഷ്ണു ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. എത്തിയോന്നും പറഞ്ഞ് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി കൈ പിടിച്ച് ചോദിക്കുകയാണ്, അല്ല ഇതെന്തു പറ്റിയതാണ്? അന്നേരം വിഷ്ണു പറയുകയാണ്, ഇപ്പോൾ അതൊന്നുമല്ല വിഷയം, ഞാനൊരു വേറൊരു കാര്യം പറയാനാണ് തന്നെ കാണാനായിട്ട് വന്നത്. ഇയാളോട് ഞാനൊരു തെറ്റ് ചെയ്തു, അതൊരിക്കലും പൊറുക്കാനാകാത്ത ഒരു തെറ്റാണ്. അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതല്ല ശാലിനി, ഞാൻ ഇയാളോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണാവോ ഇത്ര വലിയ മഹാ അപരാധമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടോ അമ്മ എന്നെ കൊണ്ട് നമ്മുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടിപ്പിച്ചു, നമ്മുടെ ബന്ധം പിരിയിക്കാനായിട്ട്. സങ്കടം വരുന്നുണ്ടെങ്കിലും അത് മറച്ച് ശാലിനി ചോദിക്കുകയാണ്, ഓ അതാണോ, അപ്പോൾ അതിൻ്റെ തുടർചലനമാണ് ഈ കാണുന്നത് അല്ലേ? തുടർചലനമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, കേട്ടിട്ടില്ലേ, ഈ ഭൂകമ്പത്തിന് പിന്നാലെയാണ് തുടർചലനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ വീഴണമോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ വീഴുന്നതും പിന്നീട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതും. അത് കേട്ട് വിഷ്ണു ചിരിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, സത്യം പറ, ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടതിൻ്റെ വിഷമത്തിൽ വിഷ്ണുവേട്ടൻ സ്വയം വരുത്തി വെച്ചതല്ലേ ഇത്? അത്രയും പറഞ്ഞ് വിഷ്ണു കുനിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കൈകൊണ്ട് വിഷ്ണുവിൻ്റെ മുഖം ഇങ്ങനെ പിടിച്ചുയർത്തിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, എനിക്കറിയാം, കള്ളം പറയാനാകില്ല ഈ കണ്ണുകൾക്ക്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എടോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന താൻ എന്താടോ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നത്? മനസ്സിലാവാഞ്ഞിട്ടല്ല, ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്, സമയമാകട്ടെ സത്യങ്ങളെല്ലാം വെളിയിൽ വരും എന്ന് പറയുകയാണ് ശാലിനി. അത് കേട്ട് വിഷ്ണു ചോദിക്കുകയാണ്, ഡിവോഴ്സിൻ്റെ വക്ക് വരെ എത്തി, ഇനി എപ്പോഴാണ് ഇയാൾക്ക് സമയമാകുന്നത്? വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്. പിന്നെ ഡിവോഴ്സിൻ്റെ കാര്യം ഞാൻ അറിയാതെ തന്നെ എന്നെ മതിവരുവോളം സ്നേഹിച്ച ആളാണ് വിഷ്ണുവേട്ടൻ. അതേ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ താലി കെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ കെട്ടിയതെന്നും എനിക്കറിയാം. ഞാൻ വെറുപ്പ് കാട്ടിയപ്പോഴും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും എന്നോടുള്ള സ്നേഹത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഡിവോഴ്സ് പെറ്റീഷനിലെ ഒരു കുഞ്ഞു ഒപ്പുകൊണ്ടൊന്നും ആ വിശ്വാസവും സ്നേഹവും ഒന്നും തകർക്കാൻ പറ്റില്ല വിഷ്ണുവേട്ടാന്ന് പറയുകയാണ് ശാലിനി. അതുകൊണ്ട് ഇനി മേലിൽ ഇതുപോലത്തെ പണികളൊന്നും ചെയ്തു വെക്കരുത് കേട്ടോ എന്ന് പറയുകയാണ് ശാലിനി. പിന്നീട് ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു ചോദിക്കുകയാണ്, എടോ ഇയാൾ ഉള്ള സത്യം എന്നോട് തുറന്നു പറയ്. അന്നേരം വിഷയം മാറ്റാനായി ശാലിനി പറയുകയാണ്, അതെ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്നും പറഞ്ഞ് ശാലിനി പോകാനൊരുങ്ങുമ്പോൾ ശാലിനിയുടെ കൈക്ക് പിടിച്ചിട്ട് വിഷ്ണു പറയുകയാണ്, എടോ എനിക്കിപ്പോൾ വേണ്ടത് ഭക്ഷണമല്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, എന്നാലേ എനിക്ക് നല്ല വിശപ്പുണ്ട്, വിഷ്ണുവേട്ടൻ കഴിച്ചില്ലെങ്കിലേ ഞാൻ കഴിക്കില്ല എന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് ശാലിനി. എന്നാൽ ശരി കഴിക്കാം വാ എന്നും പറഞ്ഞ് ശാലിനിയും കൂട്ടി റൂമിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ശാലിനി പറയുകയാണ്, വേണ്ട ഇവിടെ ഇരുന്നാൽ മതി, പേഷ്യൻ്റ് അല്ലേ, ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാം. ശാലിനി പോയ ശേഷം വിഷ്ണു കരുതുകയാണ്, പാവം ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ടു എന്ന് കേട്ടപ്പോൾ അവളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും, അതൊന്നും പുറത്ത് കാട്ടാതെ നിൽക്കുകയാണ് പാവം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുകയാണ് വിഷ്ണു. തുടർന്ന് വിഷ്ണുവിനായിട്ടുള്ള ഭക്ഷണവുമായി വന്ന ശേഷം കസേര നീക്കിയിട്ട് ഇരുന്ന ശേഷം ശാലിനി പറയുകയാണ്, മരുമകനുള്ള ഭക്ഷണം അമ്മായിയമ്മ എടുത്തു വച്ചിരുന്നു, അമ്മായിയമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ചാൽ നന്നാകുമെന്നാണ് പറയുന്നത്, എനിക്കിപ്പോൾ തന്നെ തടി കൂടുതലാണെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ്, കുറച്ചുകൂടി ആവാം, ഈ 6 പാക്കൊക്കെ മഹാ ബോറാണെന്നേ. അന്നേരം ചിരിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണ് അല്ലേ? അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അതിപ്പോൾ എപ്പോഴും പറഞ്ഞു തന്നെ മനസ്സിലാക്കണോ? അതിനുശേഷം ശാലിനി ഭക്ഷണം നീട്ടുമ്പോൾ വിഷ്ണു പറയുകയാണ്, വേണ്ട, ആദ്യം ഇയാൾ കഴിക്കുക,
എന്നിട്ട് ഞാൻ കഴിക്കാം. അപ്പോൾ ശാലിനി പറയുകയാണ് ആദ്യം വിഷ്ണുവേട്ടൻ കഴിക്ക്. വീണ്ടും വിഷ്ണു പറയാണ് ഇല്ല, ഇയാൾ കഴിച്ചിട്ടേ ഞാൻ കഴിക്കൂ. എങ്കിൽ ശരിയെന്നും പറഞ്ഞ് അത് ശാലിനി കഴിക്കുകയാണ്. പിന്നീട് വിഷ്ണുവിനും കൊടുക്കുന്നു. വീണ്ടും വിഷ്ണുവിന് കൊടുക്കുമ്പോൾ ഇയാൾ കഴിക്കുമെന്ന് നീട്ടുകയാണ് വിഷ്ണു. വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉരുള വീതം കഴിക്കുകയാണ് രണ്ടുപേരും കൂടി. ശാലിനി ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ശാലിനിയെ നോക്കി അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ് അതെ, എന്താ ചിരിക്കുന്നത്? അന്നേരം വിഷ്ണു പറയാണ് അതല്ല, ഞാനേ മുമ്പുള്ളത്തെ ഒരു കാര്യം ആലോചിച്ചതാണ്. എന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് മുമ്പൊരിക്കലും ഇയാൾ എനിക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. ഫോട്ടോയുടെ ചില്ലുകൊണ്ട് കൈ മുറിഞ്ഞത് ഓർമ്മയില്ലേ? അന്നും ഇയാൾ എനിക്ക് ഇതുപോലെ ഭക്ഷണം വാരി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നതിന് കാരണം പറഞ്ഞത് എന്താണെന്ന് ഇയാൾക്കറിയുമോ എന്ന് പറയുമ്പോൾ അന്നത്തെ സംഭവം ഓർക്കുകയാണ് ശാലിനി. ജീവൻ നിലനിർത്തുന്നത് ആഹാരമാണ്. അത് കഴിക്കാൻ ആര് ബുദ്ധിമുട്ടുന്നത് കണ്ടാലും അവരെ സഹായിക്കണമെന്നാണ് അമ്മ എന്നെ പഠിപ്പിച്ചുള്ളത്. ഏതു ഭിക്ഷക്കാരനായാലും എന്ന് അന്ന് ശാലിനി പറഞ്ഞത് ഓർത്ത് ചിരിക്കുകയാണ് ശാലിനി തന്നെ. അത് കണ്ട് എന്താ ഇയാൾ ചിരിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് ആ പരിഭവങ്ങൾക്കിടയിലും ഒരു പ്രണയം ഉണ്ടായിരുന്നു. ശരിക്കും ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് അന്ന് ഞാൻ ഭക്ഷണം വാരി തന്നിരുന്നത്. അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞ് ഓർക്കുകയാണ് വിഷ്ണു. എടോ, നമുക്ക് ആ കാലമൊക്കെ തിരിച്ചു പിടിക്കണമെടോ. ഇയാൾ ഉള്ള സത്യം എന്താണെന്ന് എന്നോട് പറ എന്ന് വീണ്ടും ചോദിക്കുകയാണ് വിഷ്ണു. ഉത്തരം പറയാനില്ലാത്തത് കൊണ്ട് ശാലിനി പെട്ടെന്ന് എഴുന്നേറ്റ് പറയുകയാണ് അതെ, ഞാൻ പാത്രം ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. അതേന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു ശാലിനിയുടെ കൈ പിടിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അതെ, ഇഞ്ചക്ഷനൊക്കെ എടുത്തതല്ലേ, നന്നായിട്ട് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ തട്ടി മാറ്റി പോവുകയാണ് ശാലിനി. ശാലിനി പോയ ശേഷം വിഷ്ണു പറയുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ശാലിനി കള്ളങ്ങളൊക്കെ പറയുന്നത്? എന്തായാലും സത്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. തുടർന്ന് കാണിക്കുന്നത് പ്രീതിയെ ഫോൺ ചെയ്ത് അർജുൻ പറയുകയാണ് ഞാൻ കുറേ നേരമായി ശ്രമിക്കുന്നു. പ്രീതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. അന്നേരം സങ്കടത്തോടെ പ്രീതി പറയുകയാണ് എനിക്ക് അർജുനേട്ടനെ ഒന്ന് കാണണം. സമയമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം പ്രീതി, എവിടെ വെച്ചാണ് കാണേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് വീട്ടിലേക്ക് വന്നാൽ മതി, അമ്മയും സുസ്മിതയും ഇവിടെ ഇല്ല. ഞാൻ വരാം പ്രീതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പുറപ്പെടുകയാണ് അർജുൻ. തുടർന്ന് കാണിക്കുന്നത് വീണ്ടും വിഷ്ണുവിനെയും ശാലിനിയുമാണ്. വിഷ്ണു കട്ടിലിൽ അങ്ങനെ ഉണർന്നു കിടക്കുന്നു. ശാലിനി കണ്ണാടിയുടെ മുമ്പിൽ അങ്ങനെ തലയൊക്കെ കോതിയിട്ട് മൊബൈലൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം കണ്ണാടിയിലേക്ക് വിഷ്ണു നോക്കുമ്പോൾ പെട്ടെന്ന് ശാലിനിയുടെ വയറ് കാണുകയാണ്. അത് കണ്ട് വിഷ്ണു പെട്ടെന്ന് കണ്ണടച്ചിട്ട് വേണ്ട വേണ്ട എന്നൊക്കെ സ്വയം പറയുകയാണ്. എന്നാലും വിഷ്ണുവിൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. വിഷ്ണു ഒരു കണ്ണടച്ചിട്ട് വീണ്ടും ശാലിനിയുടെ വയറിലേക്ക് തന്നെ നോക്കുകയാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വിഷ്ണു പെട്ടെന്ന് കണ്ണടച്ച് പിടിച്ച് അയ്യോ ശാന്തം പാവം എന്നൊക്കെ ഉറക്കെ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ വെച്ച ശേഷം എന്താന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം കൈകൊണ്ട് മറച്ച് തന്നെ വിഷ്ണു പറയാണ് അത് മറയ്ക്ക്. അന്നേരം ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശാലിനി ചോദിക്കുകയാണ് എന്തു മറയ്ക്കാൻ? അത് എന്നും പറഞ്ഞ് വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ് വിഷ്ണു. ഇതെന്ന് പറയാതെ എന്താ കാര്യമെന്ന് വെച്ച് പറയുന്ന ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അതെന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. എന്നിട്ട് ശാലിനിയെ നോക്കാതെ തന്നെ പറയുകയാണ് അത് സാരി കൊണ്ട് മറയ്ക്ക്. അന്നേരം സാരി കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശാലിനി നോക്കിയിട്ട് പെട്ടെന്ന് സാരി പിടിച്ച് വയറങ്ങ് മറയ്ക്കുകയാണ്. മറച്ചോന്ന് വിഷ്ണു കണ്ണടച്ച് പിടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ മറച്ചു എന്ന് പറയുകയാണ് ശാലിനി. പിന്നെ ശാലിനി പറയുകയാണ് ഇത് കണ്ടിട്ടാണോ ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? ഞാൻ കരുതി ജനാലയ്ക്ക് അപ്പുറത്തെന്തോ ക്യാമറ ഡാൻസൊക്കെ നടക്കുന്നെന്ന്. അതിനുശേഷം കട്ടിലിൽ എഴുന്നേറ്റിരുന്ന ശേഷം വിഷ്ണു പറയുകയാണ് ക്യാമറ ഡാൻസൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പ്രതിയാകണ്ടേ? അന്നേരം ചിരിച്ച് തന്നെ ശാലിനി ചോദിക്കുകയാണ് എന്താണാവോ ഈ ചെയ്യാത്ത കുറ്റം? അന്നേരം വയറിലേക്ക് ചൂണ്ടിക്കാട്ടി വിഷ്ണു പറയുകയാണ് അതിപ്പോൾ ഞാൻ നോക്കിയെന്നും പറഞ്ഞിട്ട്. അന്നേരം ശാലിനി ചോദിക്കുകയാണ് അതെ, ഈ നോക്കാതെ എങ്ങനെയാണ് കാണുന്നത്? ആകെ ചമ്മിയ വിഷ്ണു അയ്യേ എന്നും പറഞ്ഞ് മുഖം തിരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാതെ ശാലിനി പറയുകയാണ് ഇനിയിപ്പോൾ നോക്കിയെന്നും പറഞ്ഞ് പ്രശ്നമൊന്നും ഇല്ല. അത് കേട്ട് വിഷ്ണു ഒന്ന് ഞെട്ടി അമ്പരപ്പാണോ അതിശയമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയാതെ കുഴപ്പമില്ലേ എന്ന് ചോദിച്ചിട്ട് ശാലിനിയുടെ അടുത്തേക്ക് പതിയെ നടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ പറഞ്ഞതിന് എനിക്കിപ്പോൾ ഇയാൾക്കൊരു സമ്മാനം തരണമെന്നുണ്ട്. അതിനുശേഷം ശാലിനിയുടെ മുഖത്തിനടുത്തേക്ക് മുഖം കൊണ്ട് ചെല്ലുകയാണ് വിഷ്ണു. ശാലിനി അന്നേരം പുറകോട്ട് മാറുന്നുണ്ട്. നടന്ന് ചുമരിൽ തട്ടി നിൽക്കുകയാണ് ശാലിനി. വിഷ്ണു ചേർന്നങ്ങനെ നിൽക്കുന്നത് കണ്ട് ആകെ നാണിച്ച് തലകുനിച്ച് നിൽക്കുകയാണ് ശാലിനി. പെട്ടെന്ന് വിഷ്ണു കണ്ണടച്ച ശേഷം ശാലിനിയെ ഉമ്മ വയ്ക്കാനായി മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനി അങ്ങ് മാറുന്നു. അന്നേരം കണ്ണാടിയിലേക്ക് പോയി ഇടിക്കുകയാണ് വിഷ്ണുവിൻ്റെ മുഖം.
മൂക്ക് കണ്ണാടിയിലേക്ക് ഇടിച്ച വിഷ്ണു അയ്യോ എൻ്റെ മൂക്ക് പോയി എന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അന്നേരം ചിരിച്ച് ശാലിനി പറയുകയാണ്, അതെ അതൊന്നും ഇപ്പോൾ വേണ്ട, പിന്നെപ്പോഴാ മനുഷ്യൻ്റെ മൂക്കും പോയി എന്നും പറഞ്ഞ് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം ചിരിച്ച് റൂമിന് പുറത്തേക്ക് ഓടുകയാണ് ശാലിനി. റൂമിൽ നിന്ന് ഇറങ്ങാൻ ശേഷം വാതിൽകൾ ചെന്ന് തിരിഞ്ഞൊന്ന് നോക്കി ചിരിക്കുന്നുണ്ട് വിഷ്ണുവിനെ ശാലിനി. അത് കണ്ട് സന്തോഷിച്ച് ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അങ്ങനെ കുറേ നേരം അന്നേരം ഒരു പാട്ട് സീനൊക്കെ കാണിക്കുന്നുണ്ട്. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശാലിനി വരാന്തയിലേക്ക് വന്ന് തൂണിലങ്ങനെ ചാരി നിൽക്കുകയാണ്. പുറകെ വിഷ്ണുവും വരുന്നുണ്ട്. ശാലിനി ചാരി നിൽക്കുന്ന തൂണിൽ കൈകൊണ്ട് പിടിച്ചങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ആ തിണ്ണയിലേക്ക് ഇരിക്കുന്നു. ഇരുന്ന ശേഷം ശാലിനി ചോദിക്കുകയാണ്, കൈക്ക് എന്തു പറ്റിയെന്ന് സത്യാമ്മ ചോദിച്ചാൽ എന്തു പറയും? അന്നേരം താടിയൊക്കെ തടവി വിഷ്ണു പറയുകയാണ്, ഉള്ള സത്യം ഞാനങ്ങ് തുറന്നു പറയും. ശാലിനിയോട് അത്ര സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അന്നേരം കസേരയൊക്കെ നീക്കിയിട്ട് അവിടേക്ക് ഇരുന്ന ശേഷം വിഷ്ണു പറയുകയാണ്, അവൾ പാവമാണ്, അവളോട് എനിക്ക് വലിയ സ്നേഹമാണെന്ന് ഞാനങ്ങ് പറയും. അന്നേരം തെളിവ് ചോദിച്ചാലോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശാലിനി പ്രഗ്നൻ്റ് അല്ല എന്നും അവൾ മറ്റൊരാൾക്ക് വേണ്ടി കള്ളം പറയുന്നതാണെന്നും ഞാനങ്ങ് പറയും. വിഷ്ണുവിന് ഇനി കാര്യം മനസ്സിലായോ എന്ന മട്ടിൽ എന്തു മനസ്സിലായി എന്ന് ആർക്ക് വേണ്ടിയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശാലിനി എനിക്കെല്ലാം മനസ്സിലായി. അന്നേരം എന്തു മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് ശാലിനി. ഈ പ്രഗ്നൻസി താനുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വിഷ്ണു പറയുന്നു. അന്നേരം ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുകയാണ് ശാലിനി. കൂടെ വിഷ്ണുവും എഴുന്നേൽക്കുന്നു. വീണ്ടും വിഷ്ണു പറയുകയാണ്, എടോ സത്യം പറയ്. അന്നേരം ശാലിനി പറയുകയാണ്, എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അമ്മയോട് എല്ലാം അങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെ. അന്നേരം ശാലിനിയെ തൊഴുത് വിഷ്ണു പറയുകയാണ്, എടോ ശാലിനി ഇനിയെങ്കിലും താനൊന്ന് സത്യം പറയ്. സങ്കടത്തോടെ അത് കണ്ട് ശാലിനി പറയുകയാണ്, അയ്യോ എന്നെ ഇങ്ങനെ തൊഴുവല്ലേ, സമയമാവട്ടെ എല്ലാ സത്യവും ഞാൻ തന്നെ പറയാം. അന്നേരം ഉച്ചത്തിൽ അതുവരെ അമ്മ കാക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, നമുക്ക് കാക്കാം, സമയമാകട്ടെ, പിന്നെ ഇയാളും കാത്തിരിക്കണം എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടോ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്നൊരു പരിഹാരമുണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണ് ഞാനിവിടത്തേക്ക് വന്നത്. പക്ഷേ എന്ന് പറഞ്ഞ് ആകെ നിരാശപ്പെടുന്ന വിഷ്ണു വീണ്ടും പറയുകയാണ്, അതെ ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞും കുടുംബശ്രീ വീട്ടിൽ നിന്നും പോവുകയാണ് വിഷ്ണു പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡിൻ്റെ 2ാം ഭാഗം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.